ഹായ് പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ പുന്നക്കാടിൻ്റെ മണ്ണിൽ ഹോൾസെയിലായിട്ട് മാക്സികളും അതുപോലെ തന്നെ നെറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നൊരു സ്ഥാപനം ഇന്നിവിടെ SR ഗാർമെൻറ്റ്സ് എന്നുള്ളൊരു സ്ഥാപനം ഇന്നിവിടെ ഹോൾസെയിലായിട്ട് തുറക്കുകയാണ്. വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ കുടുംബശ്രീ വനിത തുടങ്ങിയ ഒരു സംരംഭമാണ്. അപ്പോൾ അതിലെന്താ വെച്ചാൽ നമുക്ക് വേണ്ട മോഡലുകൾ ഏത് ടൈപ്പിലുമാണെങ്കിലും ഏത് തരത്തിലുമാണെങ്കിലും ഇവിടെ വന്ന് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ സാധനം അവരെത്തിക്കും. അതുപോലെ തന്നെ അതിൻ്റെ വിവരങ്ങളൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചറാണ്. അതുപോലെ തന്നെ വാർഡ് മെമ്പർ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം ജസീറ, അതുപോലെ തന്നെ സുഫൈറ, അതുപോലെ കുടുംബശ്രീ ആളുകൾ, ഒരുപാട് ആളുകൾ കൂടിയ ഒരു ചടങ്ങാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഉദ്ഘാടന വേളയും അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങളും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ സ്ഥാപനം എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ വില്ലേജ് ഓഫീസിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് സ്ഥാപനം. നമ്മുടെ റഷീദാക്കാൻ്റെ ചായക്കട, അതുപോലെ തന്നെ ഗൾഫ് ബസാറും നമ്മുടെ ഈ ഒരു ഓൺലൈൻ സർവീസിൻ്റെയൊക്കെ ഇടയിൽ കൂടി മുകളിലേക്കൊരു കോണിപ്പടി ഉണ്ട്. അതിനോട് കയറി പോയാലാണ് ആ സ്ഥാപനം ഉള്ളത്. പുന്നക്കാട് SR നൈറ്റ് ഗാർമെൻറ്റ്സിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇന്ന്. ഇത് പഞ്ചായത്തിൻ്റെ ഒരു വനിതാ സംരംഭ പദ്ധതിയിൽ സഹകരിച്ച് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ ഇന്റേണലിൻ്റെ സഹായത്തോടു കൂടി പുന്നക്കാടുള്ള റഷീന ഷാനവാസ് സ്വന്തം സ്ഥാപനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. കരുവാരക്കുണ്ടിലുള്ള എല്ലാ സ്ത്രീജനങ്ങൾക്കും മാതൃകയായിട്ട് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം, അതും പഞ്ചായത്തിൻ്റെ സഹായത്തോടെ വ്യാവസായിക സംരംഭം. നമ്മുടെ ഗവൺമെൻറ് ഒരു വർഷം കൊണ്ട് 1 ലക്ഷം പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭമാണ് ഈ വർഷം നടപ്പിലാക്കുന്നത്. അതിൽ ഒരാളായിട്ട് മാറാൻ നമ്മുടെ ഷഹാനയ്ക്ക് കഴിഞ്ഞതിൽ ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. ഇവരെ മാതൃകയായിക്കൊണ്ട് നമ്മുടെ കരുവാരക്കുണ്ടിലെ സ്ത്രീജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവരും ഇവരുമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പുന്നക്കാട് വാർഡിലെ ADS മെമ്പർ കൂടിയായിട്ടുള്ള നമ്മുടെ റസീന ഷാനവാസ് ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. കാരണം സ്ത്രീകൾ ഇന്ന് മുന്നോട്ട് വരേണ്ട പല മേഖലകളിലും എങ്ങനെ വരാമെന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ഒരു അറിവില്ലായ്മ ഉണ്ട്. അപ്പോൾ സാധാരണക്കാരിയായ റസീന അതിൻ്റെ സാധ്യതകളെ കണ്ടെത്തി അതിനെവിടെയെല്ലാം പോകണമെന്നൊക്കെ നോക്കി എല്ലാവരോടും അഭിപ്രായങ്ങളൊക്കെ തിരക്കി കുറച്ച് നാളത്തെ അവരുടെ ഒരു ഉദ്യമമാണ് ഇന്നിപ്പോൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. വലിയ സന്തോഷമുണ്ട്. കാരണം സ്ത്രീകൾ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏത് സ്ത്രീയുടെയും ഒരു സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ന് നമ്മുടെ വനിതകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു സംരംഭം വളരെ വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇവിടെ തുടങ്ങിയ ഈ ഒരു പദ്ധതി, ഒരു SR ഗാർമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ പദ്ധതിയിൽ എല്ലാവിധ ആശംസകളും റസീനക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും. SR ഗാർമെൻറ്റ്സിൻ്റെ നമ്മുടെ ADS മെമ്പറും കൂടെ ആയ റസീന ഷാനവാസ് അവരുടെ കുറേ നാളത്തെ ഒരു സ്വപ്നമാണ്. എന്തായാലും നമ്മളെ പഞ്ചായത്തിൽ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാവുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് അവർ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും അതുപോലെ തന്നെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ സഹായങ്ങളും ഈ ഷോപ്പിൽ നിന്നുണ്ടാവും. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. കൂടി കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ആരംഭിച്ച SR നൈറ്റ് ഗാർമെൻറ്റ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് മറ്റുള്ള വനിതകൾക്കൊരു പ്രചോദനം. അപ്പോൾ സംഭവം നമ്മളിപ്പോൾ ഉദ്ഘാടന ചടങ്ങും അതുപോലെ തന്നെ വാർഡ് മെമ്പർ, പ്രസിഡന്റ്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവരൊക്കെ അഭിപ്രായങ്ങളും ആശംസകളും കേട്ടു. അപ്പോൾ നമുക്കിനി റസീന താത്ത എന്താണ് അവർക്ക് പറയാനുള്ളത് കൂടി. റസീന താത്ത പറയും, എങ്ങനെയാണ് നമ്മളെ ഈ ഒരു സംരംഭത്തിൻ്റെ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ഇത് കൊണ്ടുവരുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ. നമ്മളിത് ഹോൾസെയിൽ ഒരു ഹബ്ബാണിത് നൈറ്റിയുടെ. നമ്മളിത് പഞ്ചാബ്, സൂറത്ത്, ഹരിയാന അവിടെയൊക്കെ പോയി എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് സാധനങ്ങൾ ഇവിടെ എത്തിച്ചിട്ട് ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കടകളിലേക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കുകയാണ്. പിന്നെ കടക്കാർ പറയുന്ന മോഡലിൽ നമ്മൾ തുണി കൊണ്ടുവന്ന് അവരെ കാണിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ടത് നെക്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിച്ചു കൊടുക്കും. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വീട്ടിലിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പുറത്തിറങ്ങാൻ കഴിയാതെ. ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ അവർക്ക് പുറത്ത് ഒന്നി പാലക്കാട് വേണം, അല്ലെങ്കിൽ കോഴിക്കോട് വേണം. അവിടെയൊക്കെ പോയി ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ചിലവാണ്. ഇതൊരു സ്ത്രീകൾക്ക് ഒരു 10 പീസ് വേണമെങ്കിലും ഇവിടുന്ന് ഹോൾസെയിലായിട്ട് കൊണ്ടുപോയി അവർക്ക് കച്ചവടം നടത്തിയിട്ട് അവർക്ക് വീണ്ടും വന്ന് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാം. അതേപോലെ തന്നെ വീടുകളിൽ സ്റ്റിച്ചിങ് അറിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് പുറത്തോട്ട് പോയി സ്റ്റിച്ച് ചെയ്യാനായിട്ട് മടിയാണ്. അപ്പോൾ അവർക്ക് നമ്മളിവിടുന്ന് കട്ട് ചെയ്ത്
നമ്മളവർക്ക് കൊടുക്കും. പീസ് നൂല്, റിബ്, സിബ് എല്ലാം അവർക്ക് കൊടുക്കും. അവർക്ക് പീസ് റേറ്റ് ആയിട്ട് അവർക്കത് കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്ത് അവർക്ക് ഇവിടെ കൊണ്ടുതരാം. അങ്ങനെയുള്ളൊരു സംരംഭമുണ്ട്. അതിനും പീസ് റേറ്റ് ആയിട്ട് നമ്മൾ പൈസ കൊടുക്കുന്നതാണ്. പിന്നെ ഹോൾസെയിലായിട്ട് കച്ചവടം ചെയ്യുന്ന അവർക്കാണേലും മേക്സി ആണെങ്കിലും ചുരിദാർ വിറ്റ് പാവാട എല്ലാ ഐറ്റംസും ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഷർട്ട് എല്ലാം ഉണ്ട്, ഷോള് എല്ലാ ഐറ്റവും നമ്മളിവിടുന്ന് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതാണ്. കുറച്ച് വന്ന് വേണമെങ്കിൽ 10 പീസായിട്ട് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ഹോൾസെയിലായിട്ട് നമുക്ക് കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്നതാണ്. അല്ല, അപ്പോൾ നമുക്ക് ശരിക്കും ഒരു മിനിമം ഒരു ഹോൾസെയിലാകുമ്പോൾ ഒരു മിനിമം എത്ര കൊടുക്കാന്നുള്ളത് അതിപ്പോൾ എങ്ങനെ നമ്മൾ കൊടുക്കാം? നമ്മൾ മിനിമം ഒരു 6 പീസ് 6 കളർ എടുക്കണം. 6 കളർ എടുക്കണം. 6 കളർ അതായത് ബണ്ടിലിൽ 6 കളർ വരും. ആ 6 കളർ നമ്മൾ എടുക്കണം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ വന്നുങ്ങാണ്ട് നമ്മൾ പറയണം മോഡലുകൾ പറയണം. അതായത് ഇങ്ങനെ മോഡൽ വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കട്ടില്ല തുണി വേണം, അല്ലെങ്കിൽ ഇതുപോലെ ഡിസൈൻ വേണം. അത് മാതിരി നമ്മൾ സാധനത്തിൽ എത്തിച്ചു കൊടുക്കും. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ സംഭവം എങ്ങനെയാണ്? അല്ല, അതിൽ ഈ തുണിൻ്റെ കമ്പനികൾ ഇപ്പോൾ ഏതാണ് കൊടുക്കുന്നത്? നമ്മൾ പരദാൻ ഗോൾഡ്, ശൈലജ, പിന്നെ വർത്തമാന്, വിമല്, ഈ 4 ഐറ്റമാണ് നമ്മൾ കൊടുക്കുന്നത്. ബ്രാൻഡ് ഐറ്റമാണ് കൊടുക്കുന്നത്. പിന്നെ ആളുകൾ പറയുന്നത് അനുസരിച്ച് നമുക്ക് ഏത് കമ്പനിയാണെങ്കിലും നമുക്ക് കൊണ്ടുവരാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ആദ്യ വിൽപ്പന ചടങ്ങ്. മോൻ്റെ പേരെന്താ? അതിപ്പോൾ മക്കളാണോ? എന്താ പേര്? മുഹമ്മദ് യാസീൻ. മോനതാ? അൻസി. രണ്ടാളാ? രണ്ടാളെ. അപ്പോൾ നമ്മുടെ ഫൈസലാണ് ഫസ്റ്റത്തെ ആദ്യ വിൽപ്പന വാങ്ങുന്നത്. ഇന്ന് നടക്കട്ടെ, ചടങ്ങ് നടക്കട്ടെ. ഫൈസലേ പറ, ഒരു ചെറിയൊരു ആശംസ. എല്ലാവരും വിജയാശംസകൾ ആശംസിക്കുന്നു. ഓക്കെ. ഇന്നിവിടെ ഉദ്ഘാടനം കഴിഞ്ഞ സ്നേഹതീരം അയൽക്കൂട്ടത്തിൻ്റെ തൊഴിൽ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. അപ്പോൾ സംഭവേ ഇങ്ങനെയൊക്കെയാണ് കഥകൾ. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിനാണ് ഈ നമ്പറുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ നമ്പറിൽ ബന്ധപ്പെടുക. വിവരങ്ങൾ ഇനിയും നമുക്ക് അറിയാം, കേൾക്കാം നമ്മുടെ നാടിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ. നന്ദി, നമസ്കാരം.